BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ഞങ്ങൾ അങ്ങനെ ഈഗോ വെറുതെ ഒരു കാണിക്കാൻ ഒരു ഇലക്ഷന് ഇറങ്ങുക, ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ്. നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, അതെല്ലാം ഞങ്ങൾ അറിയില്ല. അതുവരെ ജയിച്ചിട്ടില്ല. അല്ല, അങ്ങനെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. വിജയ സാധ്യതയെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എവിടെയാണോ, ലോക്കൽ ബോഡിയാണോ, വന്ന അസംബ്ലി ഇലക്ഷൻ ആണോ. ശിവരാജ് ഗോകുൽ, ഇവിടെ അരിയാടൻ ഷൗക്കത്താണോ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ VS ജോയി ആണോ സ്ഥാനാർത്ഥി? PV അൻവർ സ്ഥാനാർത്ഥിയാകുമോ? PV അൻവറിന്റെ സ്ഥാനാർത്ഥം ഏതെങ്കിലും തരത്തിൽ UDF-നെ ബാധിക്കുമോ? LDF-ന് ഗുണമാകുമോ എന്ന ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണോ വേണ്ടേ എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്തൊരു ദുര്യോഗമാണത് ശ്രീ യുവരാജ് ഗോകുൽ. അല്ല, അതിനകത്ത് ഹാഷ്മി, അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ്. ഒന്ന്, 6 മാസങ്ങൾക്കപ്പുറം ഒരു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനപ്പുറം വീണ്ടും ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എനർജി, ഞങ്ങളുടെ റിസോഴ്സസ് ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഏത് തലത്തിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ സീനിയർ നേതൃത്വം എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് കൂടിയാലോചിച്ച ശേഷം മാത്രം തീരുമാനം എടുക്കേണ്ടുന്ന ഒന്നാണ്. ഒന്നാമതായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇനി 8-9 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയത്ത് ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വലിയ പണച്ചെലവോടുകൂടി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ രണ്ടുപേരും കാലാകാലങ്ങളായിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിരുത്തരവാദപരമായ പൊളിറ്റിക്സിൻ്റെ ബാക്കി പത്രമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒന്ന് മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് 6 മാസത്തിലധികം അവിടുത്തെ MLA PV അൻവർ ആ മണ്ഡലത്തിലേ ഇല്ല എന്ന് പറയുന്ന ഒന്നിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം ആഫ്രിക്കയിൽ എന്തോ സ്വർണ്ണ കൃഷി ചെയ്യാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു. എത്രയോ അവിടുത്തെ ആ മണ്ഡലത്തിൽ 25,000 പേർക്ക് തൊഴിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അന്നേ നമുക്ക് തോന്നി ഇദ്ദേഹം എന്താണ് പറയുന്നത്. ഇത്രയും നിരുത്തരവാദപരമായിട്ട് പൊളിറ്റിക്സിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അത്ഭുതം തോന്നിയെന്നാണ്. വീണ്ടും അദ്ദേഹത്തെ തന്നെ LDF അവിടെ കാസ്റ്റ് ചെയ്തു. അദ്ദേഹം വളരെ ചെറിയ മാർജിനിലായാലും അദ്ദേഹം കടന്നുകൂടി പോകുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം കാലങ്ങളായിട്ട് നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തെ വീണ്ടും UDF-ലേക്ക് കൊണ്ടുവരുന്നു. UDF-ലേക്ക് എടുക്കുമെന്ന് പറയുന്നു, എടുക്കില്ല എന്ന് പറയുന്നു. ഇപ്പോഴെന്തേ VD സതീശൻ പറയുന്ന അദ്ദേഹത്തെ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കും നിരുത്തരവാദപരമായി പൊളിറ്റിക്സ് ചെയ്യുന്ന ഒരാൾ, ആ പൊളിറ്റിക്സ് ചെയ്യുന്ന ആളെ ചുറ്റിപ്പറ്റിയിട്ട് ഈ രണ്ട് മുന്നണികളും കൂടി ആ ഒരു സീറ്റിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ഇത് മുഴുവനും പൊതുജനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എനർജി എവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ളത് BJPയുടെ നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ആലോചിച്ച് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് LDF UDF അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന കാരണം കൊണ്ടല്ല നിങ്ങൾ മത്സരിക്കാത്തത്. അല്ല, നിങ്ങൾ മത്സരിക്കണമെന്ന ആലോചന നിങ്ങൾക്ക് അവിടെ ശക്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെ എന്തോ അത് മൈനോറിറ്റി ഭൂരിപക്ഷ മണ്ഡലമാണ്. അല്ല, കണക്ക് നോക്കിയാൽ നിലമ്പൂർ മൈനോറിറ്റി ഭൂരിപക്ഷ മണ്ഡലം അല്ല ശ്രീ യുവരാജ് ഗോകുൽ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയുകയാണ് അപ്പോൾ അത് മൈനോറിറ്റി ഭൂരിപക്ഷ മണ്ഡലമാണ്, അവിടെ ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ചപ്പോൾ ഒട്ടും വോട്ട് കിട്ടിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണോ കാണേണ്ടത്? ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ശക്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോകും, അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഇതുവരെ കേരള ചരിത്രത്തിലാരെങ്കിലും പറയുന്നുണ്ടോ? വയനാടും കെ സുരേന്ദ്രൻ പറഞ്ഞ് ഞാൻ ജയിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീ യുവരാജ് ഗോകുൽ. അങ്ങനെയല്ലേ സാധാരണ രീതി, ജയിക്കുമോ തോക്കുമോ എന്നതിനപ്പുറം. അല്ല ഹാഷ്മി, അതിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് 1980 ശേഷം ഇങ്ങോട്ട് 1980 മറ്റോ മാത്രമാണ് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടായിട്ട് 4.5 പതിറ്റാണ്ടായിട്ട് അവിടെ തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പർട്ടിക്കുലർലി മുസ്ലിം പേരുള്ള ഒരാൾ തന്നെയാണ് അവിടെ ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതായത് സംഘടിതമായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ട്. കാരണം നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് എന്റെ ആദ്യ ചോദ്യം അതാണ്. അതിനെ പേടിച്ച് നിങ്ങൾ മാറി നിൽക്കുക. ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്ന BJP കേരളത്തിൽ നടക്കുന്ന ഒരു ബൈ ഇലക്ഷനിൽ ഈ പറഞ്ഞ അതിനെ പേടിച്ച് ഞങ്ങൾ മത്സരിക്കാനില്ലെന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ് യുവരാജ് ഗോകുൽ. ആലോചിച്ച് നോക്കൂ ഹാഷ്മി. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല.
മാറി നിൽക്കണോ വേണ്ടയോ എന്നുള്ള വിചാരത്തിലുള്ള ചർച്ചകൾ, പല അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്ന് വരും. ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം BJP ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ട് മുതൽ ദേശീയ തലം വരെയുള്ള ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ അഭിപ്രായങ്ങളുടെ മേലിൽ ചർച്ച നടക്കും. ആ ചർച്ച നടന്നതിന് ശേഷമേ തീർച്ചയായിട്ടും ഒരു തീരുമാനത്തിലേക്ക് പോകും. അതിന് BJP തന്നെ മത്സരിക്കണോ? ഇപ്പോൾ 2016 അവിടെ മത്സരിച്ചിരിക്കുന്നത് BDJS ആണ്. അത് അവരുടെ ഘടകകക്ഷിക്ക് കൊടുക്കണോ? അതോ BJP തന്നെ നേരിട്ട് മത്സരിക്കണോ? അതോ ഇനി സ്വതന്ത്രനെ നിർത്തി പിന്താങ്ങണോ? ഇപ്പോൾ LDFന്റെ ഭാഗത്തും ചർച്ച നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPMന്റെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണോ അതോ സ്വതന്ത്രനെ നിർത്തണോ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നലെയല്ലേ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചർച്ച നടത്താൻ ഒരു 24 മണിക്കൂർ 48 മണിക്കൂറെങ്കിലും വേണ്ടേ? അതിനകത്ത് പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ ഞങ്ങൾക്ക് അവിടെ ശക്തിയില്ല. പോയ കാലത്ത് ഞങ്ങൾ പിടിച്ച വോട്ട് ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയാണ്. ഞങ്ങൾക്ക് അവിടെ ശക്തിയില്ല. അതെ ഹാഷ്മി, അതാ ഞാൻ പറയുന്നത്. ശിവരാജ് ഗോകുൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരൻ അല്ലാത്തതുകൊണ്ട് പറയുന്നതായിരിക്കാം. എങ്കിലും ശിവരാജ് ഗോകുൽ പറയുമോ നിലമ്പൂർ മത്സരിച്ചാൽ BJP തോക്കും എന്ന് പറയുമോ? ഇല്ലല്ലോ, ശിവരാജ് ഗോകുൽ പറയില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ശിവരാജ് ഗോകുൽ എന്താ പറയുക? ശിവരാജ് ഗോകുൽ പറയാം. ഇപ്പൊ അല്ല, ശിവരാജ് ഗോകുൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഞാൻ ചർച്ചയ്ക്ക് പോയപ്പോഴേക്കും അവിടുത്തെ BJP അദ്ദേഹത്തിന് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന് പറഞ്ഞത് അവിടുത്തെ BJP സ്ഥാനത്ത് ജയിക്കുമെന്നും അദ്ദേഹം കേന്ദ്രമന്ത്രി ആവുമെന്നാണ് പറഞ്ഞത്. ഏത് വകുപ്പ് വേണം ഞങ്ങൾ ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അത്രയും കോൺഫിഡൻസിന്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി സംസാരിച്ചാണ്. കുറവൊന്നുമില്ല. അല്ല, കോൺഫിഡൻസിന് അപ്പുറത്തൊന്നും കുറവൊന്നുമില്ല ഹാഷ്മി. നമ്മളിപ്പോ 140 അസംബ്ലി സീറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സീറ്റിൽ ഒഴിച്ച് വേറെ എങ്കിലും ജയിച്ച ചരിത്രമൊന്നുമില്ല. പക്ഷെ ഞങ്ങളിപ്പോഴും തീർച്ചയായിട്ടും ജയിക്കുമെന്ന് കേരളത്തിന്റെ ഭരണത്തിലേക്ക് ഞങ്ങൾ എത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയം നടത്തുന്നത്. അതുകൊണ്ട് കോൺഫിഡൻസിന്റെ വിഷയമല്ല ഇതിനകത്ത്. നമ്മളിപ്പോൾ ഒരു വലിയ തെരഞ്ഞെടുപ്പുകൾ, 2 തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി അത് വേസ്റ്റ് ചെയ്യണോ അതോ നമ്മൾ വലിയൊരു പോരാട്ടത്തിലേക്ക് വേണ്ടിയിട്ട് അത് റിസർവ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഘടകകക്ഷി വേണോ അതൊരു സ്വതന്ത്രനെ നിർത്തി അദ്ദേഹത്തെ ബാക്ക് ചെയ്യണോ? അപ്പൊ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കണ്ടേ? ഞാനതാ പറഞ്ഞ ഇപ്പൊ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് 24 മണിക്കൂർ കഴിയുന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ചർച്ച നടക്കട്ടെ. ചർച്ച നടന്നതിന് ശേഷം അതിന് തീരുമാനത്തിലേക്കും. അല്ലാണ്ട് ഇവിടെ ആരും ഭയം ഒളിച്ചോടുന്ന പരിപാടിയൊന്നുമില്ല. ഇതിലും ഗതികെട്ട അവസരങ്ങളിൽ നമ്മൾ മത്സരിക്കുകയും ഞങ്ങളുടേതായ നിലപാടോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോട്ട് കിട്ടുമോ വോട്ട് കിട്ടൂല അതൊക്കെ രണ്ടാമത്തെ വിഷയം മാത്രം.